ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ വേതനം വർദ്ധിപ്പിച്ചതിൽ സന്തോഷം പങ്കുവയ്ക്കുകയാണ് അംഗനവാടി ജീവനക്കാരും. 1000 രൂപ കൂട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കൂടുതൽ പരിഗണന വേണമെന്നും അവർ ആവശ്യപ്പെടുകയാണ്. കൽപ്പറ്റ കുട്ടിക്കുന്ന് അംഗനവാടിയിൽ നിന്നും കമൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പുതിയ മന്ത്രിസഭയുടെ ആദ്യ യോഗം തന്നെ നിർണായകമായ തീരുമാനങ്ങളാണ് എടുത്തിരിക്കുന്നത്. അതിലൊന്നാണ് അംഗനവാടി വർക്കർമാരുടെ വേതനം 1000 രൂപ വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം. കൽപ്പറ്റ നഗരസഭയിലെ കുട്ടിക്കുന്ന് അംഗനവാടിയിലാണ് ഞാനുള്ളത്. 2 അംഗനവാടി അധ്യാപികമാർ എന്നോടൊപ്പമുണ്ട്. കുട്ടിക്കുന്നിലെ സരിത ടീച്ചറുണ്ട്, അതോടൊപ്പം തന്നെ ഗുഡലായിക്കുന്ന് അംഗനവാടിയിലെ ഷെരീഫ ടീച്ചറുണ്ട്. ഇതിപ്പോൾ കുറേ കാലത്തെ ഒരു ആവശ്യമാണല്ലോ അംഗനവാടി മേഖലയിലുള്ള ആളുകളുടെ. അപ്പോൾ എന്താണ് ഇതിൽ ആദ്യമായിട്ടൊന്ന് പ്രതികരിക്കാനുള്ളത്? ആദ്യമായിട്ട് പ്രതികരിക്കുന്നത് വെച്ചാൽ ഇന്നത്തെ ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ 1000 രൂപ കൂട്ടിയതിൽ ഞങ്ങൾ വളരെയധികം സന്തോഷവാന്മാരാണ്. എന്നാലും ഞങ്ങൾക്കത് പോരാന്നാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് 15 എന്നുള്ള 16 ആവും, എന്നാലും അത് എത്തില്ല എന്നുള്ളതാണ്. എന്നാലും ഈ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ 1000 രൂപ വർദ്ധിപ്പിച്ചതിൽ ഞങ്ങൾ വളരെയധികം സന്തോഷിക്കുന്നു. ഈ അംഗനവാടിയിലെ അധ്യാപികയായ സരിതയാണ് കൂടെയുള്ളത്. എന്താണ്, ഒരു സന്തോഷമാണോ ഈ ആദ്യ മന്ത്രിസഭയിൽ തന്നെ ഇങ്ങനെ ഒരു തീരുമാനം വന്നിരിക്കുക? ആദ്യ മന്ത്രിസഭയിൽ തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇതുവരെ ഇങ്ങനെ ഉണ്ടായിട്ടില്ല. ഇതിനു മുമ്പ് എപ്പോഴാണ് ഇത് വർദ്ധിപ്പിച്ചത്? നേരത്തെ പറഞ്ഞല്ലോ എന്നോട് ഇത് വർദ്ധിപ്പിച്ചു, കൈ കിട്ടിയില്ല എന്നൊക്കെ. ഇപ്പം ഇതിന് മുന്നുള്ള വർധനം എപ്പോഴായിരുന്നു? ഇപ്പം നമുക്ക് 2026 ബഡ്ജറ്റിൽ 1000 രൂപ വർദ്ധിപ്പിച്ചിരുന്നു. അതിപ്പോൾ ഈ മാസം ഞങ്ങൾക്ക് കിട്ടി. അങ്ങനെയാണ് 15 ആയത്. അങ്ങനെയാണ് 15 രൂപയായിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഞങ്ങൾക്ക് തൊട്ട് 2 വർഷം മുന്നേ ആയിട്ട് 10 വർഷം ജോലി സ്ഥിരമായ ആളുകൾക്ക് 1000 രൂപ വെച്ചിട്ട് വർദ്ധിപ്പിച്ചിരുന്നു ഈ കഴിഞ്ഞ മന്ത്രിസഭ യോഗത്തിൽ. രണ്ടുപേരും പറയുന്നത് സന്തോഷമാണെങ്കിൽ കൂടി ഇത് പോരാ എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. കഴിഞ്ഞ മാസം മുതലാണ് 15000 രൂപ കയ്യിൽ കിട്ടി തുടങ്ങിയത്. 1000 രൂപ കൂടിയതിൽ സന്തോഷം, പക്ഷേ ഇനിയും പരിഗണന വേണമെന്നുള്ളൊരു ആവശ്യം കൂടി അവർ ഉന്നയിക്കുന്നുണ്ട്. ജസ്റ്റിൻ മാത്യുവിനൊപ്പം കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.